പിന്നെ സ്വന്തം ശബ്ദത്തില് ഡബ് ചെയ്യാത്തത് ഒരു അത് സിനിമകൾക്ക് പരാജയം തോന്നി. സമയത്ത് തുടക്കത്തിലൊക്കെ ഞാൻ തന്നെ ചെയ്തിരുന്നു. ഇടയ്ക്ക് നമ്മളൊരു സൗകര്യം നോക്കിയിട്ട് മാറ്റിയതാണ്. പക്ഷെ അതിപ്പോ ഞാൻ വീണ്ടും ഇപ്പൊ നമ്മുടെ പടങ്ങളിലൊക്കെ ഞാൻ തന്നെ സാറിന്റെ നല്ല സൗണ്ട് അല്ലേ, നല്ല രസം. ഇപ്പൊ വീണ്ടും ചെയ്യാൻ തുടങ്ങി. സാറിന്റെ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ഇപ്പോഴും ഇതുപോലെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ശരിക്കും ആ ഒരു സാറിന്റെ നടത്തമായാലും അതൊക്കെ നമ്മൾ ആഘോഷിച്ചവരാണ്. നമുക്കൊന്നും ഒരു തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കാണാൻ പറ്റിയിട്ടില്ല. അതാ ഞാൻ പറഞ്ഞ റീമേക്ക് ചെയ്യുമ്പോൾ നമുക്കൊന്നും കൂടി കാണാം. അപ്പൊ ശരിക്കും ഈ ഹെയർ സ്റ്റൈൽ സാറിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അല്ല, അന്ന് നമ്മൾ അങ്ങനെ ഒരു ഹെയർ സ്റ്റൈല് അത് ജനങ്ങൾ ഏറ്റെടുത്തു. പടം ഹിറ്റായപ്പോൾ ആ ഹെയർ സ്റ്റൈൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു. ആൾക്കാരും അത് കുറേയൊക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി. നമുക്കൊക്കെ അന്നേരം ഒരു ടീനേജ് ഒക്കെ ആയ സമയത്തും ഈ ശങ്കർ സാറിനോട് ക്രഷ് തോന്നിയ ഒരുപാട് പേരുണ്ട്, പെൺകുട്ടികളെ. ശരിക്കും അങ്ങനെ ക്രഷ് അടിച്ചിട്ട് ഒരുപാട് പേരങ്ങനെ വന്നിട്ടുണ്ടോ വിവാഹ അഭ്യർത്ഥനയൊക്കെ ആയിട്ട്? അതൊക്കെ ലെറ്റേഴ്സിലൊക്കെ അങ്ങനെ വരും, അത്രേ ഉള്ളൂ. അങ്ങനെ കല്യാണം കഴിക്കും അതൊക്കെ വരും. സിനിമ കണ്ടിട്ടുള്ള ഇൻഫാക്ച്വേഷൻ ആണല്ലോ. നമ്മൾ അവർ വിചാരിക്കുന്ന സിനിമയിൽ കാണിക്കുന്നത് റിയൽ ആണ്.